നമസ്തേ. ഈ നവരാത്രി കാലത്ത് നമുക്ക് ഒരു കഥ കേൾക്കാം. സപ്തമാതൃക്കൾ എങ്ങനെ ഉദ്ഭവിച്ചു എന്ന കഥ. ഇത് പറയണമെങ്കിൽ കുറച്ചു കാര്യം വേറെയും പറയാനുണ്ട്. ശിവഭഗവാൻ ഒരിക്കൽ പാർവതിയെ കാളി എന്ന് പ്രേമപുരസരം വിളിച്ചു. ആ വിളി നിന്ദാസൂചകമായി പാർവതിക്ക് തോന്നി. ദേവി തൻ്റെ ശരീരം നോക്കി. കറുത്തിരുണ്ട തൻ്റെ ശരീരം പ്രാണനാഥന് അനിഷ്ടമാണെന്ന് വിശ്വസിച്ചു. ഈ നീലനിറത്തിലുള്ള ശരീരവുമായി ഇനി ഞാൻ അങ്ങയുടെ മുമ്പിൽ വരികയില്ല എന്ന് പറഞ്ഞു. ഒരു കാനനത്തിൽ ചെന്നു. ജയ, വിജയ എന്നീ പരിചാരികന്മാരും കൂടെയുണ്ട്. ദേവി അവിടെ ബ്രഹ്മാവിനെ തപസ്സു തുടങ്ങി. പരമേശ്വര പത്നിയായ പാർവതി ഇത്ര തീവ്രമായ തപസ്സു ചെയ്യുന്നതിൻ്റെ കാരണം ബ്രഹ്മാവ് അറിഞ്ഞു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ അരുളി ചെയ്തു: ഭവതി ഇന്നു മുതൽ അവിടുത്തെ നീലനിറം നീങ്ങി താമരപ്പൂവിൻ്റെ അല്ലിയുടെ നിറമായി തീരുമെന്ന്. ആ ഗൗരവർണം നിമിത്തം ലോകം അവയുടെ ദേവിയെ ഗൗരി എന്ന് വിളിക്കുമെന്നും പറഞ്ഞു. ഇനി ഭഗവതി കാത്യായനിയായ കഥ പറയും. മഹിഷാസുരൻ അസുരന്മാരുടെ രാജാവായിരിക്കുമ്പോൾ രക്തബീജൻ, ചണ്ഡൻ, മുണ്ടൻ എന്നിവർ മഹിഷാസുരൻ്റെ മന്ത്രിമാരായിരുന്നു. അവർ ദേവന്മാരെ ആക്രമിച്ച് പരവേശരാക്കി ദേവകൾ ത്രിമൂർത്തികളെ സമീപിച്ചു. ത്രിമൂർത്തികളുടെ ക്രോധാഗ്നിയിൽ നിന്ന് ഒരു മഹത്തായ തേജസ് പുറപ്പെട്ടു. ആ തേജസ് വിന്ധ്യാപർവ്വതത്തിൽ തപസ്സു ചെയ്തിരുന്ന കാർത്യായന മഹർഷിയുടെ ആശ്രമത്തെ പ്രാപിച്ചു. മഹർഷിയുടെ തേജസ് അതിനോട് ചേർന്ന് കാളിയുടെ ദേഹത്ത് നിന്ന് ഉരിഞ്ഞു വീണ കരിന്തൊലിയെ പ്രാപിച്ചു. അങ്ങനെ കാത്യായനി എന്ന ദേവി ഉടലെടുത്തു. ഈ കാത്യായനി ദേവിയിൽ മഹിഷാസുരന് കാമമുണ്ടായി. മഹിഷാസുരൻ തൻ്റെ ഭാര്യയാകണമെന്ന് ദേവിയോട് പറഞ്ഞു. തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ നിന്റെ ഭാര്യയാകാമെന്ന് ദേവിയും പറഞ്ഞു. ദേവി ഹിമവാൻ സമ്മാനിച്ച സിംഹത്തിൻ്റെ പുറത്താണ് യുദ്ധത്തിന് വരുന്നത്. ഘോരയുദ്ധത്തിൽ ദേവി മഹിഷാസുരനെ കൊന്നു. പിന്നീട് സുംബനും നിസുംബനും ഉടലെടുത്തപ്പോൾ രക്തബീജൻ അവരോട് കാത്യായനി ദേവി മഹിഷാസുരനെ വധിച്ച കാര്യം അവരോട് പറഞ്ഞു. ഇത് കേട്ട് സുംഭനിസുംഭന്മാർ ദേവിയോട് യുദ്ധത്തിന് ഒരുങ്ങി. അവർ ധൂമ്രാക്ഷനോട് ദേവിയെ വലിച്ചിഴച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു. പക്ഷേ ദേവിയുടെ ഹുങ്കാരാഗ്നിയിൽ ധൂമ്രാക്ഷൻ ശാമ്പലായി. കാത്യായനി ദേവിയുടെ ഹുങ്കാരം സുംബൻ്റെ കാതുകളിൽ മുഴങ്ങി. സുംബൻ ചണ്ഡനെയും മുണ്ടനെയും 100 കോടി പടയെയും ദേവിക്ക് എതിരായി അയച്ചു. ദേവി ജട പറിച്ചു നിലത്തടിച്ചു. അടിയേറ്റ തറയിൽ നിന്ന് ചാമുണ്ടി എന്ന ഒരു ഉഗ്രരൂപം എഴുന്നേറ്റ് വന്നു. ചാമുണ്ടി ചണ്ടമുണ്ടന്മാരുടെ തലയറുത്ത് ദേവിക്ക് കാഴ്ചവെച്ചു. ഈ വിവരം അറിഞ്ഞ സുംബൻ 30 കോടി അക്ഷൗഹിണി പടയോടുകൂടി ദേവിയെ ആക്രമിച്ചു. നാരായം നിവർത്തിപ്പിടിച്ച് ബ്രഹ്മാണി ചാടിയിറങ്ങി. അപ്പോൾ പാമ്പുകളും ശൂലവും വഹിച്ച് 3 കണ്ണുകളും തുറന്നു പിടിച്ചു മാഹേശ്വരി ഉടലെടുത്തു. അരക്കെട്ടിൽ വേലേന്തിയ കൗമാരി രംഗപ്രവേശം ചെയ്തു. കയ്യിലിരുന്ന ഗദ ചുഴറ്റി വാൾ വീശി വൈഷ്ണവി പടക്കളത്തിലിറങ്ങി. പൃഷ്ഠത്തിൽ നിന്ന്